വീര്യം കുറഞ്ഞ മദ്യം, PM ശ്രീ, കരിമണൽ എല്ലാത്തിലും പറഞ്ഞത് വിഴുകുന്ന UDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇനിയും പിന്നോട്ടില്ല. ന്യായീകരണങ്ങൾ തുടരുകയാണ്. ഒടുക്കം പദ്ധതി തുടരാൻ നിർബന്ധിതരാകുന്നത് LDF സർക്കാർ PM ശ്രീ ഒപ്പിട്ട് പണം വാങ്ങിയതുകൊണ്ടെന്ന് പറഞ്ഞവർക്ക് അത് തിരുത്തേണ്ടി വന്നിരിക്കുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ പദ്ധതി നടപ്പാക്കില്ലെന്നും അറബിക്കടലിൽ ഒഴുക്കുമെന്നുമാണ് UDF നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ അവർ കരാറിൽ നിന്ന് പിന്മാറില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ പദ്ധതി നടപ്പാക്കില്ലെന്നും അറബിക്കടലിൽ ഒഴുക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അധികാരത്തിലെത്തി 1 മാസം തികയും മുൻപ് പദ്ധതിയുമായി മുന്നോട്ടെന്ന് പ്രഖ്യാപിച്ചു. മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. കാരണം പദ്ധതി ഒപ്പിട്ട് LDF സർക്കാർ പണം വാങ്ങി. ഇനി പിന്മാറാൻ കഴിയില്ല. PM ശ്രീയുടെ പണം LDF സർക്കാർ വാങ്ങിയിട്ടില്ല എന്നും വാങ്ങിയത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ പണമാണെന്നുമുള്ള വസ്തുത വ്യക്തമായിരിക്കെ മുഖ്യമന്ത്രിയും UDF നേതാക്കളും ഈ കളവ് ആവർത്തിക്കുകയായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് ഇത് സഭയിൽ തന്നെ തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു. അപ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നതിന്റെ പഴി LDFന് തന്നെയാണ്. PM ശ്രീയിൽ ഒപ്പിടാൻ ഇടത് സർക്കാർ നിർബന്ധിതമായെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഇന്ന് സഭയിൽ പറയുകയാണ്. LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടപ്പോൾ ലഭിച്ചത് PM ശ്രീ ഫണ്ട് അല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒടുവിൽ വ്യക്തമാക്കുന്നുണ്ട്. 99 കോടി രൂപ ലഭിച്ചത് SSK ഫണ്ടാണെന്ന് നിയമസഭയിൽ മന്ത്രി പറയുന്നു. നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ പ്രവീൺ കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറയുന്നു. കേരളത്തിന് അർഹതപ്പെട്ട 1151 കോടി രൂപ കേന്ദ്രം തടഞ്ഞുവെച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കരാറിൽ ഒപ്പിടുന്ന സമയത്ത് ചർച്ചകൾ നടന്നതായി ഒരിടത്തും കാണുന്നില്ലെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്ന് മുന്നോട്ടു പോകാമെന്നാണ് സർക്കാരിന് ഉപദേശം നൽകിയതായി കാണുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാനത്തിനില്ല. പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. പദ്ധതിയിൽ 40% കേരളവും 60% കേന്ദ്രവുമാണ് ഫണ്ട് നൽകുന്നതെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി സഭയിൽ കാര്യങ്ങൾ വിശദമാക്കുമ്പോൾ 2 കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തുന്നത്. അത് LDF സർക്കാർ PM ശ്രീയുടെ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ഇത് സർക്കാർ LDF സർക്കാരും ഫണ്ട് കിട്ടാത്തതിനെ തുടർന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നതുമാണ്. പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതല്ല ഇവർ പറഞ്ഞതെന്നത് കൂടി ഓർക്കണം. സഭയിൽ മന്ത്രി പറഞ്ഞതൊന്ന് കേൾക്കാം. ഈ കരാറ് കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട കരാറിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. യൂണിലേറ്ററലാണ്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് ഉണ്ടാകാവുന്നതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഉണ്ടാകാവുന്നത് അതുവഴി കിട്ടാവുന്ന ഒരു എമൗണ്ട് 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോ ആ ഇനത്തിൽ ഇവിടെ SSKക്ക് ലഭിക്കാനുള്ള 1100, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1150 കോടി രൂപയും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ ഒപ്പിടാത്തതിന്റെ പേരിൽ 2000-ഓളം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ 2000 കോടിയുടെ നഷ്ടം ഒഴിവാക്കാനാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ മന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, UDF വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുമ്പോൾ ലീഗ് നേതാക്കൾ ഏറ്റവും ശക്തമായി ഈ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ രംഗത്ത് വന്നവരാണ്. KM ഷാജിയുടെയൊക്കെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര ഫണ്ടുകൾ അന്യായമായി തടഞ്ഞുവെക്കപ്പെട്ടു എന്നത് UDF സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാരും ഒപ്പിടാൻ നിർബന്ധിതമായതെന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തമായി തന്നെ സഭയിൽ ഷംസുദ്ദീൻ പറയുന്നുമുണ്ട്. SSK ഫണ്ട് തടഞ്ഞുവെച്ച് വരിഞ്ഞു മുറുക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് PM ശ്രീ ധാരണാപത്രം LDF ഒപ്പിട്ടത്. എന്നാൽ ഒരു നടപടിയുമായി പിന്നീട് മുന്നോട്ട് പോയില്ല. 1 മാസത്തിനകം തന്നെ CPIയുടെ എതിർപ്പിനെ തുടർന്ന് ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. പദ്ധതിയുമായി ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാമെന്ന് അന്നത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന തലത്തിൽ വിവിധ നടപടികൾ ഈ പദ്ധതിയുടെ നടത്തിപ്പിനാവശ്യമാണ്.
സ്കൂൾ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒരു നടപടിയും മുന്നോട്ട് പോയിരുന്നില്ല. എന്നിട്ടും നിർബന്ധിതമാകുന്നു എന്ന ന്യായമാണ് UDF ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പിലാകാതാകുമോ? കേന്ദ്രം എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? പിന്മാറാൻ കഴിയില്ലെന്ന് നിയമോപദേശം സർക്കാരിന് കിട്ടിയിട്ടുണ്ടോ? ഇതൊന്നും സർക്കാർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്നും മുന്നോട്ട് പോകുമെന്നും പ്രഖ്യാപിക്കുമ്പോൾ എന്തിനാണ് മന്ത്രിതല ഉപസമിതി എന്ന ചോദ്യവും ഉയരുന്നു. ഉപസമിതിയെ നോക്കുകുത്തിയാക്കിയാണോ ഈ നീക്കം എന്നതും ചോദ്യമായി ഉയരുന്നു. അത് ഒരു പ്രഹസനമായിരുന്നോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ വിഷയത്തിൽ വി മുരളീധരന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കരിക്കുലത്തിൽ ഇടപെടില്ല എന്നതാണ് വി മുരളീധരൻ MLA ഇന്ന് പറയുന്നത്. NCERT ആണ് കരിക്കുലം തയ്യാറാക്കുന്നത്. കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല PM ശ്രീ. സങ്കുചിത രാഷ്ട്രീയ താൽപര്യം വെച്ച് കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്. തമിഴ്നാടും കർണാടകയും ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും വി മുരളീധരൻ പറയുന്നു. ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു തരത്തിലുള്ള കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല. എന്താ പറയുന്നത്? ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ക്ലാസ് റൂംസ്, ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. അവിടെ എവിടെയാ ഈ കരിക്കുലത്തിന്റെ കാര്യം? ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഗ്രീൻ സ്കൂൾസ്, സ്കൂൾസ് ആസ് മെന്റേഴ്സ് ഓഫ് നെയ്ബറിംഗ് സ്കൂൾസ്. ഇതിലെവിടെയാ ഈ കരിക്കുലം? കരിക്കുലം ഒന്നും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടേ ഇല്ല. കരിക്കുലം എല്ലാ കാലത്തും NCERTയുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ആ കരിക്കുലം ഫ്രെയിംവർക്ക് PM ശ്രീ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് NCERTക്ക് ഒരു റോളുണ്ട്, സംസ്ഥാനത്തെ SCERTക്ക് റോളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം ഉണ്ടാകുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ ചർച്ചകള് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കരിക്കുലത്തിൽ ഇടപെടില്ല എന്നത് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ്. പക്ഷേ ആ വി മുരളീധരൻ എന്തിനാണ് സങ്കുചിത രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റു ഫണ്ടുകൾ വരെ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു കാര്യവും വിശദീകരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അത്തരം സമീപനങ്ങൾ തുടരുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇപ്പോഴും LDF സർക്കാരും UDF സർക്കാരും ഇതിൽ ഒപ്പിടേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഇത് തുടരേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരിക്കുന്നത് ഫണ്ടിന്റെ അപര്യാപ്തതയാണ്. കേന്ദ്ര സർക്കാർ PM ശ്രീയുടേത് മാത്രമല്ല, മറ്റ് ഫണ്ടുകൾ പോലും പിടിച്ചു വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഉള്ള സമ്മർദ്ദം തുടരുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ BJPയുടെ MLAക്ക് മറുപടി ഇല്ലാതായി പോകുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എന്തുകൊണ്ട് അത്തരം സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു? എന്തായാലും UDF സർക്കാരിന്റെ ഈ നയപരമായ തീരുമാനം അല്ല എങ്കിൽ, നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ UDF സർക്കാരിന് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ, അത് നടപ്പിലാക്കേണ്ടതുള്ളൂ. അത് അവർ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം പല കാര്യങ്ങൾ. ഇപ്പോൾ സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക ഞെരുക്കം, മറ്റ് ഫണ്ടുകൾ ലഭിക്കാത്ത സാഹചര്യം പോലും എങ്ങനെ മറികടക്കണം എന്നത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉപദേശിച്ചവരാണ്. പക്ഷേ ഭരണത്തിലേറുമ്പോൾ അവർ അതെല്ലാം വിഴുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ലീഗിന്റെ മന്ത്രി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന കാര്യം പറയുന്നു. അപ്പോൾ അത് നയപരമായ തീരുമാനം ആണ് എന്ന് വ്യക്തമാവുകയാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ TVK സർക്കാരിന്റെ ഈ വിഷയങ്ങളിലുള്ള നിലപാട് എന്താണ് എന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ അവർ അക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നയം മാറ്റമാണ് ഇവിടെ UDFനെ ബാധിച്ചിരിക്കുന്നത്. ഈ നയം മാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നതാണ് വ്യക്തമാക്കേണ്ടത്. മന്ത്രിസഭാ ഉപസമിതി അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണോ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിയും ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ ഉപസമിതി കണ്ണിൽ പൊടിയിടാനാണോ എന്നും ചോദിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.